ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെക്സഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ ഇസ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി, അതിനെ സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു കുറച്ച് കാര്യങ്ങൾ സൈഡ് വ്യൂ ഓൾറെഡി ഞാൻ പറയുന്നില്ല. 45 ഡിഗ്രി സൈഡ് വ്യൂ വരച്ചു. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഇതും ഈ നടുക്കത്തെ എഡ്ജും ഈ എഡ്ജും, സോ 3 എഡ്ജും വിസിബിൾ ആയിരിക്കും. സോ സൈഡ് വ്യൂ അഗെയിൻ നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചു. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബി ഫ്രണ്ടിലും ഡി പുറകിലുമാണ്, അതുകൊണ്ടാണ് ഡിക്ക് ബ്രാക്കറ്റ്. ഇവിടെ അതൊരു എ ഫ്രണ്ടിലും എക്ക് പുറകിലാണ്. സൈഡ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത്, എക്ക് പുറകിലാണ് ഇ, അതുകൊണ്ടാണ് ഇക്ക് ബ്രാക്കറ്റ് കൊടുത്തത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സി ബി എ, ബിക്കും എക്കും ഇടയ്ക്കാണ് ആക്സിസ് വരുന്നത്. സോ ആക്സിസ് സെപ്പറേറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് സൈഡ് വ്യൂവിൽ ആക്സിസ് വിസിബിൾ ആയിരിക്കും. ഫ്രണ്ട് വ്യൂവിൽ ആക്സിസ് അല്ല, കാരണം ആക്സിസിൻ്റെ കൂടെ ഈ ഒരു എഡ്ജ് ഉള്ളതുകൊണ്ട്, എഫ് എൻ എന്ന് പറയുന്ന എഡ്ജ് ഉള്ളതുകൊണ്ട് അതായിരിക്കും വരച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ഉള്ളൂ സൈഡ് വ്യൂ ആയിട്ട് റിഗാർഡ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ ചെയ്യുന്നതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. കുറച്ച് സിമ്പിൾ വേർഷൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ കൂടെ വരച്ചിട്ടുണ്ട്. സോ സൈഡ് വ്യൂ നിങ്ങൾ വരയ്ക്കുക. കുറച്ചുകൂടെ ചേർത്ത് വേണമെങ്കിൽ വരയ്ക്കാം, നിങ്ങൾക്ക് സ്പേസ് അനുസരിച്ച് വരയ്ക്കാം. ഇനി ക്വസ്റ്റ്യൻ നോക്കി, സെക്ഷൻ പ്ലെയിൻ ഈസ് perpendicular to VP and 30 degree inclined to HP എന്നാണ് ക്വസ്റ്റ്യൻ. സോ perpendicular to VP മീൻസ് ഇവിടെ കട്ട് ചെയ്യണം, എബോ എക്സ് ലൈൻ കട്ട് ചെയ്യണം. സോ അത് കിട്ടി. നമ്മൾ ഇതുവരെയും താഴെ കട്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്തിട്ടില്ല. perpendicular to VP മീൻസ് ഇവിടെ കട്ട് ചെയ്യണം. ഇനി എത്ര ഡിഗ്രി? 30 ഡിഗ്രി. സോ ഇവിടെ 30 ഡിഗ്രിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അടുത്തത് പാസിംഗ് പോയിൻ്റ് ആയിരുന്നു. ഇതുവരെ നമ്മൾ ചെയ്ത മിഡ് പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ 25 mm എബോ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തതെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് containing the base edge cut this on. Very important, containing the base edge. അപ്പോൾ ബേസ് എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബേസ് എഡ്ജിനെ കട്ട് ചെയ്യാനല്ല, ബേസ് എഡ്ജിൽ കൂടെ കട്ട് ചെയ്ത് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കണ്ടെയ്നിങ് ബേസ് എഡ്ജ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ഇക്കാര്യം എഴുതി വെച്ചോ അല്ലെങ്കിൽ നോട്ട് ചെയ്തോ ചെയ്താണ് ഒരു സ്റ്റാർട്ട് വേണേൽ പഠിച്ചോണം. കണ്ടെയ്നിങ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ സിമ്പിൾ പൊസിഷനിൽ ഇതൊരു ബേസ് എഡ്ജ് എ ബി. അപ്പോൾ ഈ ഒരു എ ബി കൂടെ മൊത്തം കട്ട് ചെയ്ത് കയറണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ താഴെ എ ബി എന്ന് പറഞ്ഞ ലൈനിനെ കട്ട് ചെയ്യാനല്ല, ആ എ ബി ബേസ് എഡ്ജ് ത്രൂ ആയിരിക്കണം കട്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബേസ് എഡ്ജ് മൊത്തമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഈ പോയിന്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കാരണം ഇവിടെ എ ബി എന്ന് പറയുന്നത് ഇതാണ് ബേസ് എഡ്ജ്. ഈ എ ബി തന്നെയാണ് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് അല്ലേ, എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ബേസ് എഡ്ജ് മൊത്തമാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് എന്താ, ബേസ് എഡ്ജിനെ എ ബി എന്ന് പറയുന്ന ബേസ് എഡ്ജിനെ കൂടെ കണ്ടെയ്ൻ ചെയ്യുന്നു. വേണം നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് അടുത്തൊരു ഓപ്ഷനായിട്ട് ഇതും എടുക്കാം, ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന ഒരു ബേസ് എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഡി കൂടെ ഇങ്ങനെ അങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. 2 ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഓർത്തോണം, ബേസ് എഡ്ജിനെ കണ്ടെയ്ൻ ബേസ് എഡ്ജ് ആണെങ്കിൽ ക്വസ്റ്റിന് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കണം. ഇങ്ങനെ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാലേ എയും ബിയും കൂടെ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. സോ എ ബി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ കൂടെ അങ്ങ് വരച്ചാൽ മതി, കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആവും. അപ്പോൾ പെർപെൻഡിക്കുലർ മാറി പാരലായാൽ ഒരു ബേസ് എഡ്ജ് ഒരിക്കലും നമുക്കിവിടെ 2 ഒറ്റ പോയിന്റ് ആയിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണമെന്ന്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണ് കട്ട് ചെയ്യേണ്ടത്. കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ 2 കാര്യങ്ങൾ ഓർത്തോണം. ഒന്ന്, സിമ്പിൾ പൊസിഷനിൽ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലറേ വരാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് അതായിരിക്കണം. കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണെങ്കിൽ സിമ്പിൾ പൊസിഷനിൽ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആകണം. ക്വസ്റ്റിനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. 2, പാസിംഗ് പോയിന്റ് കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണെങ്കിൽ ഈ ഒരു കോർണർ പോയിന്റിൽ കൂടെ വേണം നിങ്ങൾ ഇങ്ങനെ സെക്ഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പാസിംഗ് പോയിന്റ് ഏതാണ്? ഇതാണ്. ഇനി എത്ര ഡിഗ്രിയാണ് പാസ് ചെയ്യേണ്ടത്? 30 ഡിഗ്രി എന്നാണ്. സോ മാർക്ക് ചെയ്യുന്നു, 30 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. സോ ഞാൻ സെക്ഷൻ വരയ്ക്കാൻ പോകുന്നു. സെക്ഷൻ വരച്ചു. സോ എൻഡ് രണ്ടും ഡാർക്ക് ഇത്തിരി സ്പീഡിൽ പറയുകയാണ്, കാരണം ടൈം കുറയ്ക്കാന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോ ലക്ഷ്യം. സോ എൻഡ് 2 നിങ്ങൾ ഡാർക്ക് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, റിമൈനിങ് പോർഷൻസുകൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ റിമൈനിങ് പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്കിയുള്ള പോർഷൻസുകൾ ഏതൊക്കെയാണ്? ഇതാണ് റിമൈനിങ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഈ എഡ്ജ് ഇവിടെ വരെയുള്ളൂ. സോ ആ എഡ്ജ് അവിടെ വരെ മാത്രം ഞാൻ ഡാർക്ക് ചെയ്യുന്നു. ഓക്കെ,
ഇടയ്ക്കൊരു മിസ്റ്റേക്ക് ഇടയ്ക്ക് അവിടെ ഒരു വീഡിയോയിലൊരു മെമ്മറിയുടെ പ്രോബ്ലം വന്നുകൊണ്ടാണ്. സോ ഈ എഡ്ജ് ഞാൻ ഇവിടെ വരെ മാത്രം ഡാർക്ക് ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് ഈ എഡ്ജാണ്. സോ അത് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. സോ ഇത്രയും പോർഷൻ ഞാൻ ഇത് ഡാർക്ക് ചെയ്യുന്നു. ഇതുവരെ ഡാർക്ക് ചെയ്യുക. ഇത് ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ റിമൈനിങ്. ഞാൻ ഇച്ചിരി ഡാർക്കായിട്ട് ഇത്രയേ ഉള്ളൂ റിമൈനിങ്. മേലുള്ള ഒന്നുമില്ല. അപ്പോൾ അത് ലൈറ്റ് ആയിരിക്കണം. ഇത്രയും പോർഷൻസ് മാത്രം ഡാർക്ക് ആയിരിക്കണം. ഇനി സെക്ഷണൽ പോയിൻറ്റ്സുകൾക്ക് പേര് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കറിയാം ഇവിടെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാലും ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ ഇതുവഴി കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 2 സെക്ഷണൽ പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. കാരണം എന്താ, എയും ആണ് ബിയും ആണ്. അപ്പോൾ എയിലും ബിയിലും കട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാവും, 2 പോയിൻറ്റ്സുകൾ നോക്കി, എ ബി. അപ്പോൾ 2 പോയിൻ്റില്ലേ ഇവിടെ വരുന്നത്. സോ 2 പോയിൻറ്റ്സ് സെക്ഷൻ പോയിൻറ്റ്സ് കൊണ്ടാണ് ഫസ്റ്റ് സെക്ഷൻ പോയിൻറ്റ് 1' എന്നും അവിടെ തന്നെ പുറയിലുള്ള സെക്ഷൻ പോയിൻറ്റിന് 2' എന്നും മീൻസ്. ദാറ്റ് മീൻസ് 1' എന്ന് പറയുന്നത് എയിലാണ് ഫ്രണ്ടിലുള്ളത്, 2' എന്ന് പറഞ്ഞാൽ ബിയിലായിരിക്കും. ഇനി ഞാനിപ്പോൾ ബിയിലെത്തി. ഇനി സി ഡി ഇങ്ങനെ വേണം പാസ് ചെയ്ത് പോയി. സോ അടുത്ത് ഞാൻ പാസ് ചെയ്ത് ഇവിടോട്ട് വന്നപ്പോൾ ഇവിടെ ആക്സ് അല്ല എഡ്ജാണ്. ഏതൊക്കെ എഡ്ജാണ്, സി എന്നും ഉണ്ട് എഫ് എന്നും ഉണ്ട്. ഞാനിപ്പോൾ ബി എന്ന് പറഞ്ഞാൽ പുറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത പുറയിൽ സി കഴിഞ്ഞ് സൈഡിൽ ഡി വന്ന് ഈ കഴിഞ്ഞ് ഇങ്ങനെ എഫിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ മൂന്നാമത്തെ പോയിന്റിന് പേര് കൊടുക്കുന്നു 3' എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തു. കാരണം എന്താ, ദാറ്റ് മീൻസ് 3' ഈസ് ഇൻ ദി എഡ്ജ് എൻ സി ഡാഷ് അല്ലേ പുറകിലുള്ളത്, അതിനല്ലേ ഇവിടെ ബ്രാക്കറ്റ് ഇരിക്കുന്നത്. സോ സിക്ക് കൊടുത്തിട്ട് കറങ്ങി ഡിക്കും കൊടുത്ത് ഇങ്ങനെ കറങ്ങിയേ നമുക്ക് ചുറ്റും വരാവുള്ളൂ. എ ബി സി ഡി ഇ അത് കഴിഞ്ഞ് എഫ് വരുള്ളൂ. ഇവിടെ എഫും ഉണ്ട് സിയും ഉണ്ട്. പക്ഷേ എഫ് ഒരിക്കലും അല്ല, നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 നമ്മൾ പുറയിലാണ് നിൽക്കുന്നത്, ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് പുറയിലാണ്. ഇനി അത് കഴിഞ്ഞു അടുത്ത് ഞാൻ ഇവിടോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ എഫിന് കൊടുക്കണ്ടേ. എഫിന് കൊടുക്കാൻ പറ്റില്ല, കാരണം സി കഴിഞ്ഞാൽ അടുത്തത് ഡിക്ക് വേണം കൊടുക്കാൻ. സോ ഇവിടെ എത്ര സെക്ഷൻ പോയിൻറ്റ്സ് വരും, 2 പോയിന്റ് വരും. കാരണം എന്താ, എൻ ഡിയും ഉണ്ട് എൻ ഇയും ഉണ്ട്. അത് നമ്മളിപ്പോൾ നിൽക്കുന്ന ബ്രാക്കറ്റാണ്, പുറകിലാണ്. അപ്പോൾ ഇവിടെ പുറകിലുള്ള ഏതാ, ഡി ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, 4' ബ്രാക്കറ്റ് കൊടുത്തു. കാരണം 4' എന്ന് പറഞ്ഞാൽ എൻ ഡിയിലാണ്. അപ്പോൾ ഡി കഴിഞ്ഞു. ഇനി നമുക്ക് ഇയിൽ വരാം. സോ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ എൻ ഇ ഇവിടെ തന്നെയാണ്. സോ അവിടുത്തെ ഫ്രണ്ടിലത്തെ പോയിന്റിന് 5' ഈ കഴിഞ്ഞ അടുത്തത് ഏതാ, എഫ് എന്ന് പറയുന്ന പോയിന്റ് വരാം. സോ കണക്ട് ചെയ്ത് എഫ്, ദാറ്റ് മീൻസ് 6'. ക്ലിയർ ആണോ. നമ്മൾ എ ബി സി ഡി ഇങ്ങനെ കറങ്ങി പുറകെ കൂടെ കറങ്ങിയേ ഫ്രണ്ടിൽ വരാൻ പറ്റും. അതുകൊണ്ടാണ് 1 2 പുറയിലായി. ഇപ്പോൾ നടുക്കത്തെ 2 പോയിൻറ്റ്സ് ഇവിടെ വരും. പക്ഷേ നമ്മൾ പുറകിലത്തേന് 3 കൊടുത്തു, ഇവിടെ പുറകിലത്തേന് 4 കൊടുത്തു, ദെൻ ഇവിടെ ഫ്രണ്ടിലെത്തത് ഇവിടെ 6ലെത്തത്. ഇങ്ങനെ ഓർഡറിൽ വേണം നെയിം ചെയ്യാൻ. ക്ലിയർ ആണോ ഓർഡർ. ഈ എ ബി സി ഡി ഓർഡർ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ നെയിം ചെയ്യണം. ഇവിടെ 3' ബ്രാക്കറ്റ് കൊടുത്തത് ഇവിടെ എൻ സി ബ്രാക്കറ്റിലാണ്, എൻ സിയിലാണ് 3. എഫിന് പിന്നെ കൊടുക്കില്ല. കാരണം എന്താ, സി കഴിഞ്ഞാൽ ഡിയും ഇയും കഴിഞ്ഞ് എഫ് വരാൻ പറ്റും. സോ 3 4 5 6 ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അറിയേണ്ടത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കണ്ടെയ്നിങ് 1 ബേസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് കൂടെ കട്ട് ചെയ്യണം. ബാക്കി എളുപ്പമാണ്. 1 ഉം 2 എയിലും ബിയിലും. അപ്പോൾ 1 ഇവിടെ ആയിരിക്കും ഇൻ എ, സെക്ഷൻ പോയിന്റ് 2 ഇവിടെ ആയിരിക്കും ബിയിൽ. ഇനി അടുത്ത 3 ഉം 6 നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ 3 ഉം 6 അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് 4 ഉം 5 സെക്ഷൻ പോയിന്റ് 4 ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് എൻ ഡിയിലാണ്, ഡിക്കാണല്ലോ ബ്രാക്കറ്റ്. അപ്പോൾ എൻ ഡിയിലാണ് 4, എൻ ഇയിലാണ് 5. ഞാൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. സോ എനിക്ക് എൻ ഡിയിൽ will get section point 4 and NE will get section point 5. So 4 ഉം 5 ഉം ഫിക്സ് ചെയ്തു. 3യുടെയും 6ൻ്റെയും പ്രശ്നം സെയിം ലൈനിൽ നോക്കിയാൽ 3 എന്ന് പറഞ്ഞാൽ എൻ സിയിലും 6 എന്ന് പറഞ്ഞാൽ എൻ എഫിലും. സോ ഇത് ഞാൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ എൻ സി എന്ന് പറഞ്ഞാൽ ഈ ലൈനിലും പോകും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം നമ്മളിങ്ങനെ ചെയ്താൽ ഒരേ ലൈനിൽ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ താഴോട്ട് പോയി ഇതിനിടയ്ക്ക് എവിടെയാണ് 3, ഇതിനിടയ്ക്ക് എവിടെയാണ് 6 എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, സൈഡിലത്തെ എഡ്ജിലോട്ട് കൊണ്ടുപോകും. സോ 3നെയും 6നെയും ഞാൻ എന്ത് ചെയ്തു, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. 3നെയും 6നെയും 2 പോയിന്റ് ഇവിടെ തന്നെ ആയിട്ട് 2നെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എനിക്ക് ഇവിടെ ആണോ വേണ്ടുന്നത്, അല്ല ഇതിപ്പോൾ എവിടെയായി, ഈ സൈഡിലുള്ള DEയിലായി. ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ എനിക്ക് എന്ത് ചെയ്യും, സോ ഈ പോയിന്റും ഇവിടെയും 2 പോയിന്റുകൾ കിട്ടി. ശരിക്കും ഇവിടെയാണോ വേണ്ടുന്നത്, 3ഉം 6ഉം വേണ്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ റേഡിയസ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് എൻ സെൻറ്റർ ആക്കുക, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ സെൻറ്റർ ആക്കുക. ഇപ്പോൾ കിട്ടിയ ഈ പുതിയ പോയിന്റ് 4 അല്ല, ഈ പുതിയ പോയിന്റ് റേഡിയസ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ മതി, അങ്ങോട്ട് ആർക്ക് വരയ്ക്കാൻ മാത്രം മതി. അതേപോലെ തന്നെ ഇവിടുത്തെ കോമ്പസ് സെൻറ്റർ എടുക്കുക. ഈ കിട്ടിയ ഇവിടെ വന്ന പോയിന്റിനെ ഇങ്ങോട്ടും എന്ത് ചെയ്യുക,
റൊട്ടേറ്റ് ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ കിട്ടിയ പോയിന്റിനെ ഇതിനെ ഞാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, എനിക്ക് ഇവിടെ കിട്ടി. നോക്കി 3 എന്നിനും സിക്കും ഇടയ്ക്ക് നമ്മുടെ 3 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി, കുഴപ്പമില്ല. അതുപോലെ എന്നിനും എഫിനും ഇടയ്ക്കായിരുന്നു 6 എന്ന് പറഞ്ഞാൽ എൻ എഫിലാണ്. സോ 6നെ എന്ത് ചെയ്തു, 3നെയും 6നെ ഇവിടെ കൊണ്ടുവന്നു, ഇത് അങ്ങോട്ടും പോയി, മറ്റേത് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടും റൊട്ടേറ്റ്. സോ എന്ത് കിട്ടി, ഇവിടെ നമുക്ക് 6 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഈ ഒരു റൊട്ടേഷൻ നമുക്കറിയണം. സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ എലോങ് ദി ആക്സിസ് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന എഡ്ജിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഇവിടെ ഏതെങ്കിലും ഒരു എഡ്ജി കൊണ്ടുവരിക, അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്തു, നേരെ താഴെ ഇവിടെ കൊണ്ടുവന്നു, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. ഇത് കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കണ്ട, പിന്നെ എല്ലാം കിട്ടി. 1 ആയി 2 ആയി 3 ആയി 4 ആയി 5. ഇതാണ് നമ്മുടെ 4, ഇതാണ് 5. ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി 3, 6 കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പോയിന്റ്സാണ്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 1 2 ഓൾറെഡി ഉണ്ട് എങ്കിലും നമ്മൾ വരയ്ക്കുന്നു. 1 2 വരച്ചു, ദെൻ 2 3 കണക്ട് ചെയ്തു, ദെൻ 3 4, then 4 5, then 5 6, 5 6, then 6 1. സോ ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് കോണ്ടൂർ. ഇതിനകത്തുള്ള ഈ ലൈൻസുകളെല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഹാച്ച് ചെയ്യാനായിട്ട്. സോ ഹാച്ച് ചെയ്യാൻ പോകുന്നു. സെക്ഷണൽ ടോപ്പ് ഞാൻ ഹാച്ച് ചെയ്യാണ്. ഇത് സെക്ഷണൽ ടോപ്പിയാണ്. അത് അടുത്ത 2 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ റിമൈനിങ് എഡ്ജസ് ഡാർക്ക് ചെയ്യുക. സോ ഇത് റിമൈനിങ് എഡ്ജ്, ഇത് റിമൈനിങ് എഡ്ജ്, ഇവിടെ ഇത് റിമൈനിങ്, ഇവിടെ ഇത് റിമൈനിങ് ഉണ്ട്. ആ റിമൈനിങ് എഡ്ജസുകൾ ഡാർക്ക് ചെയ്യണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡാർക്ക് ചെയ്യാം. ഇതാണ് എന്താണ് സെക്ഷണൽ ടോപ്പി. ഇനി സൈഡ് വ്യൂ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 1ഉം 2ഉം എയിലും ബിയിലുമാണ്. അപ്പോൾ ഇവിടെ ഒന്നും നോക്കേണ്ടത്. ഇതാണ് നമ്മുടെ പോയിന്റ് എ എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് 1 ഡബിൾ ഡാഷ്, ഇതാണ് പോയിന്റ് ബി. സോ ഇവിടെയാണ് 2 ഡബിൾ ഡാഷ്. ഇനി നമുക്ക് വേണ്ടുന്നത് 3ഉം 6ഉമാണ്. സോ 3 എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു, എൻ സിയിലാണ്. എൻ സി നേരെ അങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്താൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ ലൈൻ വരയ്ക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 3 എന്ന് പറഞ്ഞാൽ എൻ സിയിലാണ്. സോ എൻ സിയിൽ അത് മീറ്റ് ചെയ്യുന്നത് 3 ഡബിൾ ഡാഷും. 6 എന്ന് പറഞ്ഞാൽ എൻ എഫിലാണ്. സോ ഈ ലൈൻ എൻ എഫിൽ പോകണം. സോ ഇതാണ് എൻ, ഇതാണ് എഫ്. സോ എൻ എഫിൽ മീറ്റ് ചെയ്യുന്നത് ഇത് പോയിന്റ് 6 ഡബിൾ ഡാഷും കിട്ടി. ഇനി അടുത്ത 4ഉം 5. സോ ഞാൻ എന്ത് ചെയ്യുന്നു, 4ഉം 5ഉം അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. 4 എന്ന് പറയുന്നത് എൻ ഡിയിലാണ്. സോ എൻ ടി, ഇതാണ് എൻ ടി ലൈൻ. എൻ ഡി ലൈനിൽ മീറ്റ് ചെയ്യുന്നത് 4 ഡബിൾ ഡാഷ്. 5 എന്ന് പറയുന്നത് എൻ ഇയിലാണ്. സോ എൻ ഇയിൽ മീറ്റ് ചെയ്യുന്നത് 5 എന്ന് പറയുന്ന പോയിന്റ്. സോ ദിസ് ഈസ് 5 ഡബിൾ ഡാഷ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ആയി 6 ആയി. സോ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പോയിൻറ്റ്സുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുകയാണ് സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട്. 4 5 5 6 6 1 1 5. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹാച്ച് ചെയ്യണം. സെക്ഷണൽ സൈഡ് വ്യൂ നമ്മൾ ഇതേപോലെ ഹാച്ച് ചെയ്യാം. ഇവിടെ ഹാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇതിനകത്തെ ലൈൻസുകൾ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പേന വെച്ച് വരച്ചുകൊണ്ട് ഇറേസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അകത്തെ ലൈൻസുകൾ ഇറേസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഇനി അടുത്ത നോക്കി, ഇതിന് മേലോട്ട് ആക്ച്വലി ഒന്നുമില്ല, അങ്ങനെയല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ സി ഇവിടെ മുതൽ C3 വരെയുള്ളൂ, F6 വരെയുള്ളൂ. അപ്പോൾ ഈ ലൈൻസുകളും അതേപോലെ തന്നെ ഡാർക്ക് ചെയ്യുന്നു. സിയിൽ നിന്ന് തുടങ്ങിയാൽ C3 വരെയുള്ളൂ, അതിന് മേലോട്ട് ഇല്ല. അതുപോലെ തന്നെ ഈ ലൈൻസും അതുപോലെ തന്നെ ഇവിടെ വരെ ഉള്ളൂ എന്നർത്ഥം. ഡാർക്കായിട്ട് വരയ്ക്കാൻ അത് കാണില്ല, ഇത് ഇവിടെ വരെ ഉള്ളൂ. സോ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ എന്ത് ചെയ്യും, മനസ്സിൽ ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്യും. ഇതാണ് സെക്ഷണൽ ടൈപ്പ്. ഇതിന് മേളിലോട്ട് ആക്ച്വലി എന്താണ്, ഒന്നും വിസിബിൾ അല്ലെന്നർത്ഥം. ഇവിടുത്തെ കട്ട് ചെയ്ത് പോയി നിങ്ങൾക്ക് ഇത് ഇൻവിസിബിൾ ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അത് വരച്ച് കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ എന്താ ഹാച്ച് ചെയ്യുമ്പോൾ അതങ്ങ് പോവും, സെക്ഷൻ ചെയ്യുമ്പോൾ അത് പോവും. സോ ഇത്രയും മാത്രമേ ഉള്ളൂ, ഇതിന് മേലോട്ടുള്ള ഈ പോർഷൻസുകളൊന്നും ഇല്ല. ഇതാണ് എന്ത്, സെക്ഷണൽ സൈഡ് എന്നത്. അപ്പോൾ ഇത് മറന്നുപോയത്, കണ്ടെയ്നിങ് 1 ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ
സിമ്പിൾ പൊസിഷനിൽ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആകണം എങ്കിലേ എയും ബി ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് കിട്ടുള്ളൂ, ഒരു ബേസ് എഡ്ജിനെ ഒരു പോയിന്റ് ആയിട്ട് കിട്ടുള്ളൂ. ദെൻ ആ പോയിന്റിൽ കൂടെ കട്ട് ചെയ്യാവുള്ളൂ. ഏത് പ്രിസവും ഏത് സോൾഡ് വന്നാലും കണ്ടെയ്നിങ് ബേസ് എഡ്ജ് ആണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കണം, ഈ ബേസിലെ പോയിന്റിൽ കൂടെ കട്ട് ചെയ്യണം. ഇനി ഡയമെൻഷൻസ് കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ 30 ഡിഗ്രി, പിന്നെ ഇതിൻ്റെ ബേസ് എഡ്ജ്, ഇതിൻ്റെ ഹൈറ്റും നിങ്ങൾ ഡയമെൻഷൻ ചെയ്തോളൂ. ഓക്കെ അല്ലേ?